പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയെപ്പറ്റി ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും. എന്താണ് പ്രശ്നം? തൃശ്ശൂരിലെ വലിയ പിതാവ് പറഞ്ഞു, ഇവിടെ തെറ്റായ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു, അതിൻ്റെ പിന്നിൽ മറ്റ് ശക്തികളാണെന്നൊക്കെ പറഞ്ഞു. സത്യമല്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? സത്യമല്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? ഒന്ന്. രണ്ടാമത്, ഞാൻ കണ്ണൂരുകാരനാട എന്നുള്ള ഭാവത്തിൽ സംസാരിച്ച ബിഷപ്പ് ഏത് ഭാഷയാണ് പറഞ്ഞത്? ചട്ടമ്പി ഭാഷയും ഭീകരവാദിയുടെ ഭാഷയുമല്ലേ? അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ചില സഹോദരങ്ങൾ പറഞ്ഞു, കാലി ഞങ്ങൾ തല്ലി ഓടിക്കും. വട്ട വിട്ട് പിടിച്ചോണ്ടാ പറഞ്ഞ, കാലി ഞങ്ങൾ തല്ലി ഓടിക്കും. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സഹോദരൻ പറഞ്ഞു, മാർപ്പാപ്പയുടെ അമ്മയുടെ, പിന്നെ പറയുന്നില്ല. ഇതൊക്കെ ആര് പറയുന്നതാണ്? പിന്നെ സത്യമല്ലാത്ത തരത്തിൽ ഈ ബിഷപ്പ് കൊണ്ട് കേസ് കൊടുത്താൽ ആക്രമിച്ച് പള്ളി കയറിയിരിക്കുക എന്ന് പറഞ്ഞ് ഷെഡ് കെട്ടി പൗരോഹിത്യം കൊടുത്താൽ അത് ഭീകരവാദമല്ല. പോലീസുകാരുടെ സഹായത്തോടു കൂടി മര്യാദകേടില്ലാതെ മര്യാദയോടെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ ചെന്നവരെ എല്ലാം അറസ്റ്റ് ചെയ്തൊരു പകൽക്കാലം മുഴുവൻ വണ്ടിയിലിട്ട് എറണാകുളം മുഴുവൻ ഓടിച്ചു നടന്ന അത് ഭീകരവാദമല്ല. എന്ത് ഭീകരവാദത്തിൻ്റെ മുകളിൽ ഒരു വല്ലാത്ത പെയിൻ്റ് കൂടെ അടിക്കും. സീറോ മലബാർ സഭ പറഞ്ഞതും മെത്രാൻസിനോട് തീരുമാനിച്ചതും ആയ കുർബാന ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. ഘട്ടം ഘട്ടമായി വെട്ടിമുറിക്കാനായിരുന്നു ഉദ്ദേശം. ഉറപ്പ്, 100% ഉറപ്പ്. ആര് വെട്ടിമുറിച്ചാലും ഇത് മുറിയില്ല. ഈ കഴിഞ്ഞ സമയത്ത് ഒരു കല്യാണാലോചന വന്നു, നമ്മുടെ ഒരു പരിചയക്കാരൻ. അപ്പോൾ അവരന്വേഷിച്ചു വന്ന് എറണാകുളം മേഖലയിലാണ്. വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ സംസാരമധ്യേ ഇങ്ങനെ പറഞ്ഞു, ഇന്നേ അച്ഛൻ ഞങ്ങളുടെ തൊട്ട് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. ആ വന്നവർ പിന്നെ കൂടുതൽ സംസാരിച്ചില്ല, അവരിറങ്ങിപ്പോയി. അവർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇത്ര ഭീകരവാദിയെപ്പോലെ സഭയ്ക്കെതിരെയും ദൈവവിശ്വാസത്തിനെതിരെയും നിൽക്കുന്നൊരു പുരോഹിതനുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങ് പോയി. ചിന്തിച്ച് നോക്ക്. തന്നെയല്ല ഈ പറഞ്ഞ പാമ്പളാനി പിതാവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അദ്ദേഹം ഇന്ന് വരെ ഇൻലിസിറ്റായിട്ടുള്ള കുർബാന ചൊല്ലിയിട്ടില്ല. അല്ല, ഇപ്പോൾ ഈ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള കുറേ മൊണ്ണകളായ പുരോഹിതരും അവർക്ക് അവരുടെ കൂടെ നടക്കുന്ന കുറേ അൽമായ സഹോദരങ്ങൾക്കും ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് കിട്ടിയാലും മതിയെന്നേ. ഇനി പഴയതാണെങ്കിലും കുഴപ്പമില്ല, പഴങ്കഞ്ഞിയാണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇതാണ് യഥാർത്ഥ വിശ്വാസിക്ക് വേണ്ടത്. അതല്ല, നിത്യജീവൻ്റെ അപ്പവും നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന ജീവിതത്തിനാവശ്യമായ ബലിജീവിതം ജീവിക്കാനുള്ള കൃപയുമായ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. അതുകൊണ്ടാണ് സത്യമാണ്, ഭീകരവാദികൾ ഈ സഭയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കുകയില്ലെന്നേ. അപ്പനപ്പന്മാരുടെ അനുസരണയില്ലാതെ അവരെ ബഹുമാനിക്കാതെ പോകുന്ന തലമുറ, അത് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അതുപോലെ തന്നെ സഭയുടെ അധികാരികളുടെയും കോലം കത്തിക്കുന്ന ജീവിതങ്ങൾ. വേണം കുർബാന. ആരുടെ കുർബാനയാണ് ഈ ചെല്ലുന്നത്? ഈ റോഡിൽ കൂടെ കുടയും പിടിച്ച് വടിയും പിടിച്ച് നടന്നിട്ട് കുർബാന വേണമെന്ന് പറഞ്ഞ ഈ പുരോഹിത വർഗം ആരുടെ കുർബാന? ഞാൻ ഈ അടുത്ത സമയത്തൊരു മരണാനന്തര ചടങ്ങിൻ്റെ കുർബാനയ്ക്ക് പോയി. അവിടെ ഇൻലിസിറ്റായിട്ടുള്ള കുർബാനയാണ് ചെല്ലുന്നത്. അതെനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. അദ്ദേഹം സർവാധിപനാം കർത്താവേ എന്ന് പറഞ്ഞ് കുമ്പിടുന്ന കണ്ടപ്പോൾ അദ്ദേഹം എന്നടുത്ത് അദ്ദേഹം ചെല്ലുന്ന ബലിയർപ്പിക്കുന്ന ബലിപീഠത്തിൽ നിന്ന് കുറച്ച് പുറകോട്ട് മാറിയിട്ട് ഈ ജനത്തെ മുഴുവൻ നോക്കിയിട്ട് സർവാധിപനാം കർത്താവേ എന്ന് പറഞ്ഞ് താഴെ വീട് കുമ്പിടുന്നത് സങ്കടം തോന്നി. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ എൻ്റെ ഇടവകപ്പള്ളിയിൽ ഒരു ഗുണമുണ്ട് കേട്ടോ.
ഇൻലിസ്റ്റായിട്ടുള്ള കുർബാനയിൽ കൊണ്ടാണ് അച്ഛൻ നിൽക്കുന്നത്. ഒരു കുർബാന 3:30 കുർബാന അത് ചെല്ലുമ്പോഴും അദ്ദേഹം സർവാധിപനാവും കർത്താവേ എന്ന് ചെല്ലുമ്പോൾ നേരെ ബലിപീഠത്തിലേക്ക് നോക്കി കുമ്പിട്ടാണ് ചെല്ലുന്നത്. അത്രയും വെളിവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു പുരോഹിതനാണ്, വിവേകമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നിൽക്കുന്ന കൂട്ടായ്മ വിട്ട് പോരാൻ ഇഷ്ടമില്ലാത്ത കൊണ്ട് മാത്രം. അപ്പോൾ തൃശ്ശൂരിലെ പിതാവ് പറഞ്ഞ 100% ശരിയാണ്. ലക്ഷണം 4 കാലും പുറത്തൊരു ഓട്ടിയും തലയകത്തോട്ട് വലിക്കുന്ന ജീവിയും ഇഴഞ്ഞാണ് നടക്കുന്നതെങ്കിൽ ആമയാണെന്ന് തിരിച്ചറിയാനായിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ആമയെന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. പ്രവൃത്തി കൊണ്ട് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് വെളിപ്പെടുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ട് 100% ഉറപ്പാണ് ഭീകരവാദികൾ ഈ സഭയെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്, സഭയ്ക്കുള്ളിൽ കയറിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് പിതാവ് അത് പറഞ്ഞത്. പിതാവിനെതിരെ വളരെ ഈ ചാനലുകാരൊക്കെ പൊട്ടന്മാരൊന്നും അല്ലെന്ന് ഞങ്ങൾക്കറിയാം. കുരുക്ക് വെച്ച് വർത്തമാനം പറയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയെയും സഭാ നേതൃത്വത്തെയും തള്ളിക്കളയില്ലെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിയപ്പെടുവാൻ വേണ്ടി ഇനി എത്രയും വേഗം ഈ കെട്ടെല്ലാം പൊട്ടി ഒന്ന് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉറപ്പ്, 100% ഉറപ്പ്, വിജയം കർത്താവിൻ്റെ ഭാഗത്ത് തന്നെ. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ സന്തോഷിക്കും. ആമേൻ.